ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ റെയിൽവേ അവരുടെ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങൾക്കായിട്ട് ഇപ്പോൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു കാര്യമാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. വേറൊന്നുമല്ല, 2024 നടക്കാനിരുന്ന നമ്മുടെ RPF കോൺസ്റ്റബിളിന്റെ ഡേറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ആയി ഇപ്പോൾ മാർച്ച് 2-നും മാർച്ച് 20-നുമാണ് 2025-ലാണ് RPF കോൺസ്റ്റബിൾ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ RPF SI വിളിച്ചപ്പോഴും ALP എക്സാം നടന്നപ്പോഴും എല്ലാം അവരെന്ത് ചെയ്യും, എക്സാം അടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഫ്രീ മോക്ക് എപ്പോഴും നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആക്കാറുണ്ട്. എങ്ങനെയൊക്കെയാണ് പാറ്റേൺ, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ അവരെപ്പോഴും ഒരു പാറ്റേൺ മനസ്സിലാക്കി തന്നെ അവർ എന്ത് ചെയ്യാറുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഫ്രീ മോക്ക് ചെയ്യാനായിട്ട് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീ മോക്ക് ഇപ്പോഴും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ഫ്രീ മോക്കാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയായിട്ട് എന്തായാലും അവർ മനസ്സിലാക്കി തരുന്ന ഇത്ര കാര്യമാണ്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രാക്ടീസ് അങ്ങ് എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ആക്കുക, മോക്കുകൾ ചെയ്യുക, നല്ലപോലെ ചെയ്ത് എന്ത് ചെയ്യുക, നല്ല മാർക്ക് മേടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തന്നെയാണ് അവരിത് തരുന്നത്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റിൽ കയറുക. rrb.ranchi.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വേണം നിങ്ങൾ കയറാൻ. നമ്മുടെ ട്രിവാൻഡ്രം വെബ്സൈറ്റിലൊന്നും ഇല്ല. rrb.ranchi.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നിങ്ങളുടെ ഗൂഗിളിലോ ക്രോമിലോ അടിച്ചു നോക്കുക. വെബ്സൈറ്റിൽ ഗൂഗിളിൽ കയറി അടിച്ചു നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് RRB റാഞ്ചിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് റാഞ്ചി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവരുടെ ഫ്രഷ് ന്യൂ അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോഴായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ട് എന്ത് കിടപ്പുണ്ട്, ദ സ്റ്റാറ്റിക് മോക്ക് ലിങ്ക് ഫോർ RPF 2024 എന്ന് പറയുന്ന കോൺസ്റ്റബിൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള എന്തുണ്ട്, സ്റ്റാറ്റിക് മോക്ക് ലിങ്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ലിങ്ക് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് വലിയൊരു എന്താണ് ഇതാണ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് അവർ തന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ അപ്ഡേറ്റിൽ കയറുക. അതിൽ കയറിയിട്ട് സ്റ്റാറ്റിക് മോക്ക് ലിങ്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, റീഡയറക്റ്റഡ് ടു എക്സ്റ്റേണൽ ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യും. ആ ഒരു ലിങ്കിലേക്ക് നിങ്ങൾ എത്തും. എന്നിട്ട് എന്താണ്, നിങ്ങൾ എന്നും ചെയ്യുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്ക് അവരൊരു പാസ്വേഡും യൂസർ നെയിം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതായത് ആദ്യമായിട്ട് എക്സാം ഒക്കെ എഴുതുന്നവരാണെങ്കിൽ അവർക്കൊരു പ്രാക്ടീസ് ആവട്ടെ എന്നുള്ള രീതിയിലാണ് ശരിക്കും ഇങ്ങനെ ഒരു മോക്ക് അവർ എന്ത് ചെയ്യാറുണ്ട്, അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വ്യൂ ഇൻ ആസാമീസ് ആയിരിക്കും ആദ്യം വരുന്നത്. അത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചൂസൺ ആയിട്ടുള്ള ലാംഗ്വേജ്, ഇപ്പോൾ മലയാളമാണെങ്കിൽ മലയാളത്തിൽ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കോമൺ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള റീഡിങ് ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എക്സാം വരുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അരിത്തമെറ്റിക് 35 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് മാത്സ് 35 ക്വസ്റ്റ്യൻസ്, റീസണിങ് 35 ക്വസ്റ്റ്യൻസ്, ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ GK എന്താണ് 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടൈമും എല്ലാം ഉൾപ്പെടെ എല്ലാം ചെയ്തിട്ടുണ്ട്. 1.5 മണിക്കൂറാണ് അല്ലേ ടൈം, 90 മിനിറ്റും 120 ക്വസ്റ്റ്യൻസും ആണ് നമുക്ക് വരുന്നത്. നിങ്ങൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. 1/3 ആണ് നെഗറ്റീവ് എന്നൊക്കെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എക്സാം പാറ്റേൺ പോലെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സമാധാനത്തിൽ ഇരിക്കുന്ന ഒരു ടൈമിൽ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ ടൈം ഉള്ളിടത്ത് 1.5 മണിക്കൂർ ടൈം മാറ്റി വെച്ച് അതിന് വേണ്ടിയായിട്ട് സ്പെൻഡ് ചെയ്യുക. പിന്നെ ഇവിടെയാണ് നിങ്ങളുടെ ചൂസ് യുവർ ഡിഫോൾട്ട് ലാംഗ്വേജ്, അതായത് നിങ്ങൾ ഏത് എക്സാം ആണോ എഴുതാൻ പോകുന്നത്, ഏത് ലാംഗ്വേജിലാണോ എക്സാം എഴുതാൻ പോകുന്നത് അത് സെലക്ട് ചെയ്യുക. മലയാളം ആണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക. ഇപ്പോൾ മലയാളമാണ് സെലക്ട് ചെയ്തെങ്കിൽ എന്ത് ചെയ്യുക, ഐ ഹാവ് റീഡ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സ് ടിക്ക് ചെയ്യുക. ഐ ആം റെഡി ടു ബിഗിൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരും. ഇംഗ്ലീഷും ഉണ്ട് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഏതാണോ ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നത് അത് ചൂസ് ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ മലയാളമാണ് കൊടുത്തതെങ്കിൽ മലയാളം മാത്രമല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓപ്ഷനും കൂടെ കാണും കേട്ടോ. മലയാളമാണ് എടുത്തവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഇംഗ്ലീഷ് ഓപ്ഷൻ സൈഡിൽ തന്നെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. മറ്റേ ടൈം വെറുതെ കൺസ്യൂമിങ് ആയതുകൊണ്ടാണ് നമ്മൾ അത് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. ഇവിടെ കണ്ടല്ലോ, ഫിസിക്കൾച്ചർ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ട് ഇതിലൊക്കെ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എന്നുള്ളൊരു മീനിങ് അല്ല വരുന്നത്. അതൊക്കെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ഇന്റലിജൻസും ജനറൽ അവയർനെസ്സും ഒക്കെ എങ്ങനെ വരുന്നതൊക്കെ ഉള്ളൊരു കാര്യം കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിലൊരു മിക്സ് മാച്ച് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വ്യൂവിൻ്റെ മലയാളം ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ട്. 50, 35 ഓക്കെ, ഓരോ പാറ്റേണിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളുക. ഇതിലങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിസ് മാച്ചിങ് ഉണ്ട്. അരിത്തമെറ്റിക്കും ജനറൽ ഇൻ്റലിജൻസ് ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നും അല്ലല്ലോ ഇതിൽ കാണിക്കുന്നത്. അവർ വ്യത്യാസമുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്യുക. ഇത് മാത്രമല്ല പ്രാക്ടീസ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ടൈം അടുക്കാറായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങുക. GD കഴിയാറായി. ഇനി RPF കോൺസ്റ്റബിളിൻ്റെ ടൈമാണ്. മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല എന്താണ്, നമ്മുടെ RPF SI എക്സാം നടന്നതാണ്. ഏകദേശം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ തന്നെ ഔട്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ
ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ വന്ന മാത്സ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആ ഒരു ലെവൽ അല്ലെങ്കിൽ പോലും അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും റെയിൽവേ ഇത്തവണ എന്ത് ചെയ്യുന്നത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ച് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് ഒക്കെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോയി നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത്. റെയിൽവേയുടെ RRB റാഞ്ചി സൈറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഇത് അവൈലബിൾ ആയിട്ടുള്ള, അതിൽ കയറിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മോക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് മോക്സ് അവൈലബിൾ ആണ്. എന്നാലും റെയിൽവേ തന്നതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്